ഒരു കുക്കറിലേക്ക് 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ സവോളയും തേങ്ങയുടെ 2 പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് തേങ്ങ ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 1 പാൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഇനി ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റിൽ ബീഫ് കറി ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.